To BSc Main Physics, Semester 6, Paper 2, Nuclear and Particle Physics. And today the class number is N51, Concept of Cork Model of Nucleons. Semester 6, BSc Main Physics, Cork Model of Nucleons. And here is the Cork model of nucleons. Quarks are subatomic particles, and nucleons are composed of these subatomic particles. So the heading is Cork hypothesis or Cork model of nucleons. അപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ന്യൂക്ലിയോൺ അവയുടെ കൗണ്ടർ പാർട്ടിക്കിളും പറയാൻ നമ്മൾ ആൻറ്റി മാറ്റർ പരിഗണിക്കുകയാണെങ്കിൽ കൗണ്ടർ പാർട്ടിക്കിൾ, അതായത് ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ, അങ്ങനെയും പാർട്ടിക്കിളുണ്ട്. അപ്പോൾ ഇത് ഈ ന്യൂക്ലിയോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ഉണ്ടാകുന്നത് കോർക്ക് എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ കൂടിച്ചേർന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോണിൻ്റെ, ഒരു പ്രോട്ടോണിൻ്റെ, ഒരു ന്യൂട്രോണിൻ്റെ കമ്പോണൻ്റ് പാർട്ടിക്കിളാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഡയഗ്രാം നോക്കുക. യു സീ ദ ഡയഗ്രാം ഓഫ് ദി കോർക്ക് മോഡൽ ഓഫ് ന്യൂക്ലിയോൺസ്. Nucleons are protons and neutrons, and we also consider their antiparticles. Three quarks are identified initially: D quark, U quark, and U quark, and their antiquarks. A proton, the charge is E plus. A proton is formed by the combination of two up quarks and one down quark. And antiproton with the charge minus is formed by the combination of two anti-U quarks and one D antiquark. Similarly, U plus D is equal to neutron, and U bar plus D bar is anti-neutron. The charge of D quark, down quark is minus 1/3 electronic charge. Up quark is 2/3 electronic charge. Charge of D bar quark is 1/3 plus 1/3 E, and charge of U bar quark is minus 2/3 E. So much you remember first. This figure you draw first. അപ്പോൾ ന്യൂക്ലിയോണിൻ്റെ കോർക്ക് മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിരിക്കണം. ആദ്യ രണ്ടെണ്ണം പ്രോട്ടോണിൻ്റെയും ആൻറ്റി പ്രോട്ടോണിൻ്റെയും കോമ്പോസിഷനാണ്. രണ്ടാമത്തേത് ന്യൂട്രോണിൻ്റെയും ആൻറ്റി ന്യൂട്രോണിൻ്റെയും കോമ്പോസിഷനാണ്. അപ്പോൾ ഈ ആൻറ്റി പാർട്ടിക്കിൾ പഠിക്കുമ്പോൾ ന്യൂട്രോണിന് എങ്ങനെയാണ് ആൻറ്റി പാർട്ടിക്കിൾ എന്നൊരു സംശയം നമുക്കുണ്ടാകും. ഇപ്പോൾ പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി പ്രോട്ടോൺ വിത്ത് ചാർജ് ഓപ്പോസിറ്റ്. അപ്പോൾ ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടാകുന്നത്? ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ. അത് മനസ്സിലാക്കാൻ നമ്മൾ ആ കോമ്പോസിഷൻ നോക്കിയാൽ മതി. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ U പ്ലസ് D ആണ്. പക്ഷേ ആൻറ്റി ന്യൂട്രോൺ U ബാർ പ്ലസ് D ബാർ എന്നാണ്. അപ്പോൾ കോർക്ക് സ്ട്രക്ചർ പഠിച്ചാൽ മാത്രമേ ന്യൂട്രോണും ആൻറ്റി ന്യൂട്രോണും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. സോ ദി പിക്ചർ ഷോസ് ദ കോർക്ക് മോഡൽ ഓഫ് പ്രോട്ടോൺസ്, ആൻറ്റി ന്യൂട്രോൺസ് and their antiparticles. So we can see what is seen here. Baryons and mesons. Baryons and mesons are jointly called hadrons. The Cork model of hadrons were proposed by Solaman and G. In 1964, the theory was based on the idea that hadrons are built upon from limited number of fundamental units called quarks. അപ്പോൾ കോർക്സ് ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്, അടിസ്ഥാന ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ബാരിയോൺസും മെസോൺസും ഒരുമിച്ച് പറയുന്ന പേരാണ് ഹാഡ്രോൺസ്. കോർക്ക് മോഡൽ ഓഫ് ഹാഡ്രോൺസ് വെയർ പ്രൊപ്പോസ്ഡ് ബൈ Solaman ആൻഡ് ജ്യൂസ്വിഗ്. Solamanum MURRAY, Solaman and ജ്യൂസ്വിഗ് ZWEIG. ഇവർ രണ്ടുപേരും, ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഈ കോർക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് 1964. It was proposed by Solaman and G. in 1964. The theory is based on the idea
idea that hadrons are built up from limited number of fundamental units called quarks. ഇപ്പോൾ quarks ഉപയോഗിച്ചാണ് ഇത്ര hadrons ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തിയറിയുടെ ആശയം. ആദ്യകാലത്ത് three quarks were labeled. They are one U quark, two D quark, three S quark. S quark means strange quark, up quark, down quark, and strange quark. Each quark has a baryon number. Baryon number B is 1/3, and anti-quark is associated with each quark. ബാരിയൻ നമ്പർ കോർക്കിന് 1/3 ആണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ആൻറ്റി കോർക്കിനും ഓരോ കോർക്കിനും അതിൻ്റെ ആൻറ്റി കോർക്കുണ്ട്. ദി ആൻറ്റി കോർക്സ് ആർ ലേബിൾഡ് ആസ് U bar, D bar, and S bar quarks. Up quark, down quark, strange quark. And their anti quarks are marked as U bar, D bar, and S bar quarks. The quarks models of proton, antiproton, neutron, and antineutron are shown in the figures. ഇപ്പോൾ കോർക്ക് മോഡലാണ് പ്രോട്ടോണിൻ്റെയും ആൻറ്റിപ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആൻറ്റിന്യൂട്രോണിൻ്റെയും കോർക്ക് മോഡലാണ് നമ്മൾ നേരത്തെ കണ്ടത് ചിത്രത്തിൽ. ലെപ്റ്റോൺസ് ആർ നോട്ട് കമ്പോസ്റ്റ് ഓഫ് ക്വാർക്സ്. ലെപ്റ്റോൺസ് ക്വാർക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച പാർട്ടിക്കിൾസ് അല്ല. ഇനി വേറൊരു കോഡ് നമ്പറുകളുണ്ട്, കളർ എന്ന് പറയും, കളർ ഓഫ് ക്വാർക്ക്, കളേർഡ് ക്വാർക്സ്. There were difficulties with the quark model, one being omega bar hyperon. ഈ കോർക്ക് മോഡൽ വെച്ച് ന്യൂക്ലിയോഡിൻ്റെ ഘടന എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ചില പ്രയാസങ്ങളുണ്ടായി. There were difficulties with the quark model, one being omega bar hyperon. ഒമേഗ ബാർ ഹൈപ്രോണിന്, അതായത് സ്ട്രേഞ്ച് പാർട്ടിക്കിളാണ്, ഒമേഗ ബാർ ഹൈപ്രോണിൻ്റെ കോർക്ക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു പ്രയാസമുണ്ടായി. ഇറ്റ് വാസ് believed that this hyperon, omega bar hyperon, consists of 3 identical S quarks. ഒമേഗ ബാർ ഹൈപ്രോണിൽ എസ് കോർക്ക് 3 എന്നാണ് കരുതുന്നത്. This violates Pauli's exclusion principle. ഇത് Pauli's exclusion principle വയലേഷനായിട്ട് മാറി. This difficulty has been overcome by giving the quarks an additional quantum number. The additional quantum number is called color. അപ്പോൾ പുതിയ ഒരു quantum number ഇത്തരം കോർക്കിന് കൊടുക്കും, അതിനെ വിളിക്കും വരെ കളർ. 3 colors, namely R, B, and G. R stands for red, B for blue, and G for green, were chosen. For example, the omega bar hyperon has colored quarks SR, SG, and SR, SB, and SG. ഒമേഗ bar ഹൈപ്രോണിൻ്റെ കോർക്കുകളെ നമ്മൾ SR, SB, and SG എന്ന് മാർക്ക് ചെയ്യും, SG values. And the anti-quark colors are marked as anti-red, anti-blue, and anti-green. അപ്പം അങ്ങനെ മാർക്ക് ചെയ്ത് ആ പ്രശ്നം ഒഴിവാക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ കോർക്ക് മോഡൽ ഓഫ് ന്യൂക്ലിയോൺസ്. ഷോർട്ട് ആൻസർ ആയിട്ടാണ് ചോദിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ കോർക്ക് മോഡൽ ഓഫ് ന്യൂക്ലിയോൺസ്. ഇപ്പോൾ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും അവയുടെ ആൻറ്റി പാർട്ടിക്കിളും പറയണം. ഗീവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കോർക്ക് മോഡൽ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോൺ ന്യൂട്രോണിൻ്റെ കോർക്ക് മോഡൽ ഡയഗ്രാം വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി ജനറേഷൻ ഓഫ് കോർക്സ് ജനറേഷൻ. കോർക്ക് മോഡൽ ബീറ്റ ഡിക്കെയുടെ കോർക്ക് മോഡൽ എന്താണ്? ബീറ്റ ഡിക്കെ കോർക്ക് മോഡൽ. ബീറ്റ ഡിക്കെ നമുക്കറിയാം, ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് കൺവേർട്ട് ചെയ്യുന്ന
പ്രോസിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതാണ് ബീറ്റാ ഡിക്കേ. It is found that both the leptons and the quarks participate in the weak interaction. ബീറ്റാ ഡിക്കേ ഒരു വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അവിടെ ലെപ്റ്റോൺസും ക്വാർക്സും വരാറുണ്ട്. In the weak interaction, a quark with a charge 2/3e converts into the corresponding quark with charge 1/3e. 2/3e ചാർജുള്ള കോർക്ക് 1/3e ചാർജുള്ള കോർക്കായിട്ട് മാറാം. Examples of quarks with charge 2/3e are U quark. U quarkിലെ ചാർജ് 2/3e ആണ്. Then comes C quark. C quark ചാം കോർക്ക് ആൻഡ് T top quark. അങ്ങനെ കോർക്കുകളുണ്ട്. Example for quarks with charge 1/3e is D and B. DS and B. B means bottom quarks. The outgoing quark carries the same color as incoming one, but with a different type, flavor. The outgoing quark carries the same color as incoming one, but with a different flavor, type. Flavor is not considered in weak interactions. That is, a U quark may become a D quark and vice versa in a weak interaction. That is, in a weak interaction, the change is written, changes within the generation of quarks. You look here. The outgoing quark carries the same color as the incoming quark, incoming one, but with a different type. Type-നെ flavor എന്ന് വിളിക്കും. Flavor is not considered in weak interactions. Weak interactionൽ flavor നമ്മൾ കണക്കിലെടുക്കാറില്ല, ടൈപ്പ് കണക്കിലെടുക്കാറില്ല. That is, a U quark may become a D quark and vice versa in a weak interaction. That is a weak interaction. In a weak interaction, the changes within the generation of the quark. Generation of quarks. ഏതെല്ലാം ടൈപ്പ് കോർക്കാണുള്ളത്? Look here. There are 3 generations of quarks. One, first generation UD, second generation SC. C means charm quark, S means strange quark. Third generation top and bottom quarks. The quark model of beta decay can be illustrated as follows. ബീറ്റാ ഡിക്കേയുടെ കോർക്ക് മോഡൽ ഇനി പറഞ്ഞ രീതിയിലാണ്. ഇത് ബീറ്റാ എമിഷൻ്റെ ഡയഗ്രാം നോക്കി. ബീറ്റാ എമിഷൻ നോക്കുക എന്താണെന്ന് അറിയാതെ ഇക്വേഷൻ കാണിക്കുന്നതാണ് ബീറ്റാ എമിഷൻ. ന്യൂട്രോൺ, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഒരു പ്രോട്ടോണായിട്ട് മാറും. ആ പ്രോസസ്സിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രോൺ ഉണ്ടാകും. ഇതാണ് റിയാക്ഷൻ. ഇതാണ് ബീറ്റാ ഡിക്കേ എന്ന് പറയുന്നത്. ന്യൂട്രോൺ ഒരു പ്രോട്ടോണായിട്ട് മാറും. ആ പ്രോസസ്സിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രോൺ ഉണ്ടാകും. അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. താഴെ കാണുന്ന ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു യു കോർക്കും 2 ഡി കോർക്കും കൂടി ചേർന്നതാണ്. അത് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എമിഷനാണ് കാണിച്ചിരിക്കുന്നത് സൈഡിൽ. അതിൻ്റെ കൂടെ ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഒമേഗാമർ ഹൈപ്രോൺ ആകും. അതിൽ നിന്ന് ഡിക്കേ ചെയ്തിട്ടാണ് ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രോൺ ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിൽ നമുക്ക് മേപ്പോട്ട് കിട്ടുന്നത് എന്താണ്? നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് എന്താണ്? ഒരു 2 യു കോർക്കും ഒരു ഡി കോർക്കും. അപ്പോൾ ആദ്യമേ 2 ഡി കോർക്കും ഒരു യു കോർക്കും കൂടി ചേർന്ന എന്നാണത്? ന്യൂട്രോണാണ്. ന്യൂട്രോൺ ഇലക്ട്രോൺ എമിറ്റ് ചെയ്താൽ ആൻറ്റി ന്യൂട്രോൺ എമിറ്റ് ചെയ്താൽ ഉടനെ ആ കോർക്കുകളെല്ലാം കൂടി ചേർന്ന ന്യൂട്രോൺ 2 യു കോർക്കും ഒരു ഡി കോർക്കുമായിട്ട് മാറും. അപ്പോൾ 2 യു കോർക്കും ഒരു ഡി കോർക്കും എന്ന് പറയുന്നത് പ്രോട്ടോണാണ്. ഇതാണ് ബീറ്റാ എമിഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. എക്സ്പ്ലെയിൻ ബീറ്റാ ഡിക്കേ യൂസിങ് കോർക്ക് മോഡൽ ഓർ എക്സ്പ്ലെയിൻ ദ ജനറേഷൻ ഓഫ് കോർക്കിൻ്റെ ആ പേരുകൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ പറയുക. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ചാം കോർക്ക് സ്ട്രേഞ്ച് കോർക്കിൻ്റെ ഡീറ്റെയിൽ ആണ്. അവിടെ ജനറേഷനെ പറ്റി പറയുന്നുണ്ട്, അവയുടെ സ്പിൻ, അവയുടെ കോഡൻ നമ്പർ എല്ലാം പറയുന്നുണ്ട്. That is all with your 51th lecture. We continue the next class with the cham cork and strange cork. Thank you very much.